ഹായ് ഹലോ. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ട്രിപ്പ് പോയിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. 3, 2, 1. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്ക് മ്യൂസിയത്തിലാട്ടോ അപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ട്രെയിനിലായിരുന്നു വന്നത്. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 50 രൂപ കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ 15 രൂപയാണ്. അപ്പോൾ നമ്മൾ എൻട്രി ഫീസൊക്കെ എടുത്തു കഴിഞ്ഞ് അവിടുന്ന് നടക്കുകയാണ്, അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം പറയുന്നത് ഇതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പാർക്കിംഗ് ഏരിയ, ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിടാനുള്ള സൗകര്യം ഉണ്ട് അവിടെ. വലിയൊരു പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടാട്ടോ കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരിക്കൊരു എന്താ പറയുക, ഒരു അരുവിയൊക്കെ ഒഴുകി വരുന്നത് പോലെ. പിന്നെ അതിൽ ഒരുപാട് മീനുകളുണ്ടായിരുന്നു, വലിയ വലിയ മീനുകളുണ്ടായിരുന്നു. ശരിക്കും എന്ത് രസമാണല്ലേ ആ വെള്ളത്തിൻ്റെ ശബ്ദം ഒഴുകി വരുന്നത്. വല്ലാത്തൊരു ഫീല്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുത്തനെ കയറ്റത്താണ് കേട്ടോ ഈ മ്യൂസിയം. അപ്പോൾ രണ്ട് ഭാഗത്ത് കണിക്കൊന്ന അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതിന് നടുവിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ബാക്കിലായിട്ട് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനൊക്കെ. പിന്നെ നല്ല ഗാർഡൻ ഉണ്ട്. അത് ആദ്യം നമുക്ക് മ്യൂസിയത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇതാണ് മ്യൂസിയം. അവിടെ നമുക്ക് ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് വേണം കയറാൻ. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വേര് കാണാം കേട്ടോ, തേക്കിൻ്റെ വേര്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പോൾ ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് കയറണം. പിന്നെ നിറയെ ബുഷാണ് കേട്ടോ. മ്യൂസിയം എന്ന് പറയുമ്പോൾ തന്നെ അത് ഹിസ്റ്ററി ആണല്ലോ. അതുകൊണ്ട് അതിനോട് താല്പര്യമുള്ളവർ പോവുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഇവിടെ നിന്നാണ് കേട്ടോ തുടക്കം. അത് തന്നെ തേക്ക് മരത്തിൻ്റെ വേരാണ്. അതിനകത്ത് ചെല്ലുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
ചെറിയ ചെറിയ പ്രാണികൾ അതൊക്കെയാണ് ഒരുപാടുണ്ടായിരുന്നു. ചെറുത് മുതൽ വലിയ പ്രാണികൾ വരെ, അതുപോലെ പൂമ്പാറ്റകളൊക്കെ പലതരത്തിലും ഉള്ളതുണ്ട്. പിന്നെ ഈ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയത് തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ വൈകല്യങ്ങളുള്ള മരത്തിൻ്റെ ഫ്രെയിമുകളാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ലൊരു ഊഞ്ഞാലിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മളെ വീട്ടിൽ കൊണ്ടുവെക്കാൻ തോന്നും. അതുപോലെ നല്ല രസമുണ്ട് കാണാൻ. അത് തൊടാനൊന്നും പറ്റില്ല. അതുപോലെ ഇവിടെ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്. പഴയ കാലത്തെ കുറേ സാധനങ്ങളാണ്. ഇതൊക്കെ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് പണ്ടത്തെ തറവാട് വീടുകളിലുണ്ടാകുന്ന പത്തായാണ്. പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ. അങ്ങനെ എല്ലായിടും ചുറ്റി കണ്ട് നമ്മളിതാ ഫ്രണ്ടിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. നമ്മൾ പോയ ഭാഗത്ത് തന്നെ എത്തിയിരിക്കുകയാണ് കേട്ടോ, ഫ്രണ്ട് പോർഷനിലെത്തി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡിലാവുമ്പോൾ അവിടെ ഗാർഡനും പിന്നെ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഫുള്ള് പച്ചപ്പും ഹരിതാപമാണ്. കാണാൻ തന്നെ ഒരു അടിപൊളി, നല്ലൊരു കൂളിങ്ങൊക്കെ. ചൂടുണ്ട് എന്നാൽ പോലും നല്ലൊരു തണുപ്പുണ്ട്. പിന്നെ ഉള്ള കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു വലിയ പ്ലേ ഗ്രൗണ്ട് തന്നെ പറയാം. ഒരുപാട് കളിക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓടി കളിക്കാനാണെങ്കിലും അതിനുള്ള സ്പേസും ഉണ്ട്. പിന്നെ നമുക്ക് ഗാർഡനിലേക്ക് വരുമ്പോൾ തന്നെ 2 തവളക്കുട്ടന്മാരിരുന്നിട്ട് ചെസ്സ് കളിക്കുന്നത് കാണാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഒരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. അത് നിറയെ ഫിഷ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഫിഷാണ്. ഒരു ഓറഞ്ച് ബ്ലാക്ക് കളറിൽ വരുന്നത്. പിന്നെ ഗാർഡൻ ആണെങ്കിലും നല്ല ഭംഗിയാണ്. പലതരത്തിലുള്ള ബുഷുകളാണെങ്കിലും അതുപോലെ പൂക്കളും ഒക്കെ പലതരത്തിലാണ് കേട്ടോ. അവരത് നന്നായി ഒരു അടിപൊളിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത് തന്നെ കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. ഞാനിതിൽ 50 രൂപ ടോക്കൺ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ലാഭമാണെന്ന് തന്നെ പറയുള്ളൂ കേട്ടോ. കാരണം അത്രയ്ക്കുണ്ട്, കാണാൻ നമുക്കുണ്ടല്ലോ. അതെന്തായാലും 50 രൂപ ഒരിക്കലും ഒരു നഷ്ടമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. വീഡിയോയിൽ കവർ ചെയ്യാത്തത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പല ഭാഗത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. ട്രെയിനിൻ്റെ ഒരു പരിമിതി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ട്രെയിനിന് പോവും വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ തന്നെ കാണാനും നിന്നുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കാനും ഒക്കെ വേറെ സ്ഥലത്തേക്കൊക്കെ പോകണം. അവിടെ നമ്മൾ കംപ്ലീറ്റ് കണ്ടൊന്നുമില്ല. അതിൻ്റെ അപ്പുറത്ത് ഇനി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത്രയൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ. കുറേയൊക്കെ വീഡിയോ എടുക്കാനും മറന്നു. അതാണ് ഉണ്ടായത്. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിതിൽ മൊത്തത്തിലുള്ള ഈ ഗാർഡൻ്റെ വ്യൂ മൊത്തം കാണാം കേട്ടോ. നല്ല രസമായിരുന്നു. ഒരു ഏർമാടം പോലുള്ള ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ അതിന് മൊത്തത്തിലുള്ളൊരു ഫുൾ പച്ചപ്പായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ഞാൻ ശരിക്കും ആ ബട്ടർഫ്ലൈയുടെ ഒരു ബുഷ് അങ്ങനെ വെട്ടിയിട്ടുള്ളതൊക്കെ ഞാൻ കണ്ടത്. അവിടെ നിന്നപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ എനിക്ക് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റിയത്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ മുള ഉണ്ടായിരുന്നു. നല്ല വലിയ മുളയാണ്. അങ്ങനെ പിന്നെ ഈ ഒരു പ്രതിമയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അവസാനം ഞങ്ങൾ ഇവിടെയായിട്ട് കയറിയത്. ഇവിടെ അത്യാവശ്യം ചെടികളും കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആ വെള്ളം നേരെ പോകുന്ന ഒരു ടാങ്ക് പോലത്തെ ഒരു സ്ഥലത്തേക്ക്, ഒരു കിണർ ടാങ്ക് എന്നൊക്കെ പറയാം. അതിൽ നിറയെ മീനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ നിലമ്പൂർ പോയ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ നിലമ്പൂർ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാവുന്നതാണ്. അതുവരെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.